കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അനുമോളും ജിസയിലും തമ്മിലായിരുന്നു. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അനുമോള് എല്ലായ്പ്പോഴത്തെയും പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ അവസ്ഥ പോലെ തല കുനിച്ച് ഒന്നും വാ കൊണ്ട് പറയാൻ കഴിയാതെ സ്റ്റാമർ ചെയ്ത് നിൽക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് എല്ലാം സമ്മതിച്ച് ആ ഹൗസിലുള്ള ഒരാളെ പോലും പേടിക്കാതെ നിന്ന ഒരു മിടുക്കി കുട്ടിയായിരുന്നു അനുമോള്. അത് മാത്രമല്ല, എല്ലാവരും പറയുന്നുണ്ട് ജിസേലിനെയാണ് ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തത്, അനുമോളിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുമോളെ അങ്ങ് റോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നെങ്കിലും എനിക്ക് 100% ഉറപ്പുണ്ട്, ഇന്നലത്തെ എപ്പിസോഡ് മാത്രമായിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ടത് അനുമോളെ ഇവിടെ ഒരു ടോപ്പ് 5 കപ്പടിക്കാൻ വേണ്ട ഒരു പ്രോപ്പർട്ടി ആക്കിയിട്ട് മാറ്റുകയാണ് ബിഗ് ബോസ്. അതെന്താണെന്ന് പറയാം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും, പിന്നെ ഒരുപാട് റിവ്യൂസ് ഒക്കെ ഓൾറെഡി വന്നും കാണും. പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അനുമോൾ, ജിസേൽ ഇവരിൽ ബിഗ് ബോസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്, അതുപോലെ ലാലേട്ടൻ എന്താണ് ശരിക്കും പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ലാലേട്ടന്റെ ആദ്യത്തെ ആ ഭാഗത്തിലേക്ക് തന്നെ വരാം. ശരിക്കും മോഹൻലാൽ വന്നിട്ട് രണ്ടുപേരുടെയും വിഷയങ്ങൾ ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഡീപ്പായിട്ട് പോയിട്ടില്ല, കാരണം ഇന്നത്തെ ഒരു ദിവസം കൂടിയുണ്ട്. ഇനി ജിസേലിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും ജിസേലിനോട് വളരെയധികം ചിരിച്ചുകൊണ്ടും ഒരു മോഡറേറ്റ് ടോണിൽ, ദേഷ്യപ്പെട്ടിട്ടേയില്ല, വളരെ ചിരിച്ച് കളിച്ചുള്ള അവസ്ഥയിൽ ജിസേലിനോട് പറഞ്ഞത് മേക്കപ്പിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ, അത്യാവശ്യം ആ ഒരു ടിഷ്യൂ യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ബിഗ് ബോസിനോട് പറഞ്ഞ് അല്ലെങ്കിൽ ബിഗ് ബോസ് ആ ഹൗസിലുള്ള മറ്റ് ഹൗസ് മേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എനിക്കിതൊക്കെ യൂസ് ചെയ്യണം, അത്യാവശ്യമാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് എത്തിക്കലി അത് ചെയ്തുകൂടായിരുന്നോ എന്നാണ് ലാലേട്ടൻ ജിസേലിനോട് ചോദിച്ചത്. തിരിച്ച് അനുമോളുടെ കേസിലേക്ക് വരുവാണെങ്കിൽ ബാക്കി ജിസേലിനെ സംബന്ധിച്ച് വേറൊന്നും പറയാനില്ലാത്തതല്ല, ഇന്നലത്തെ ദിവസം വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇനി പറയാനുള്ളതുണ്ട്. ജിസേല് അടുക്കളയിൽ ആലു പൊറോട്ട ഉണ്ടാക്കി കഴിച്ചത്, ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചത്, മറ്റുള്ളവർക്ക് വേറെ പലതും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സരികയും ബിന്നിയും ഒക്കെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമുണ്ട്. അവർ മറ്റുള്ളവർ ഉൾപ്പെടെ അത് ഈ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുക്കി. അല്ലെങ്കിൽ ജിസേൽ അത് തന്ത്രപരമായിട്ട് അത് മാറ്റി. ഒരു തട്ടുകട പോലെ ആരെന്തു വന്നാലും അവർക്കും ഓരോന്ന് വെച്ചുണ്ടാക്കി കൊടുത്ത് ജിസേലിന് ഇഷ്ടപ്പെട്ടത് അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അക്ബറും അപ്പാനിയും അതുപോലെ ആര്യനും ഒക്കെ ജിസേലിനൊപ്പമാണ്. അപ്പോൾ ജിസേലിന്റെ കാര്യം ബാക്കി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചുപയോഗിച്ചതും മേക്കപ്പ് സാധനങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അനുമോളെ കള്ളിയാക്കിയതും ഒക്കെ എന്താണെന്ന് ഇന്നലത്തെ എപ്പിസോഡിൽ പൂർണ്ണമായിട്ടും ലാലേട്ടൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജിസേല് അങ്ങനെ, അതായത് ജിസേലിന്റെ ആ ഒരു ഫേസ് ടിഷ്യൂ അതൊക്കെ എടുത്തോണ്ട് പോയത് ബിഗ് ബോസ് ടീമിലുള്ളവരാണ് എന്ന് കണ്ടപ്പോഴത്തേക്കും, ആ ഒരു വെള്ള പാൻസ് ഒക്കെ കണ്ടപ്പോൾ ജിസേല് തറപ്പിച്ചു പറയുന്നുണ്ട്, നോ, ഞാൻ അത് ചെയ്തിട്ടില്ല, അതെന്റെ അല്ല, ഞാൻ അത് ചെയ്തിട്ടില്ല. കാരണം ജിസേൽ ആദ്യമായിട്ടല്ല ബിഗ് ബോസ് ഹൗസില്. ജിസേലിന് ലാലേട്ടനോട് ഇവർക്ക് ഈ ഉള്ള അത്ര ബഹുമാനമോ അല്ലെങ്കിൽ പേടിയോ ജിസേലിന് ഇല്ല. ജിസേൽ ലാലേട്ടനെയൊക്കെ കേട്ട പരിചയമേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിങ്സിൽ ജിസേലിന് ലാലേട്ടനോടൊന്നും തോന്നേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. ബട്ട് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യണം, തനിക്ക് ഈ ഷോയിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവർക്കും മുന്നിൽ ജിസേൽ നല്ലൊരു ഡ്രാമ കളിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 2 ദിവസം നമ്മൾ കണ്ട ജിസേൽ ആയിരുന്നില്ല കഴിഞ്ഞ ഈ ഒരു ആഴ്ച നമ്മൾ കണ്ടത്. ജിസേൽ ഇപ്പോൾ ആ ഗെയിമിൻ്റെ ആ സ്പിരിറ്റിലേക്ക് കറക്റ്റായിട്ട് ചാടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടനോട് സംസാരിക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം, കള്ളം പറഞ്ഞാൽ പോലും അത് മോഹൻലാലിന് മനസ്സിലാകുന്നുണ്ടോ എന്ന് നമുക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിന് അത് അറിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ജിസേല് പച്ചയ്ക്ക് കള്ളം പറയുന്നുണ്ട്, അത് തൻ്റെ അതല്ല, അത് താൻ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ജിസേല് വീണ്ടും പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്ന അപ്പാനിയൊക്കെ ജിസേലിനോട് അങ്ങ് ഭയങ്കര ഭവ്യതയുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവരൊക്കെ നമ്മൾ അനുമോള് പറഞ്ഞ കണക്ക് മൊണ്ണകളായിട്ട് തന്നെ ഇതെല്ലാം കേട്ട് ജിസേലിൻ്റെ അല്ലല്ലോ എന്നേ പറയുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇന്ന് ചിലപ്പോൾ കാണിക്കുമായിരിക്കും. ഞാൻ 100% പ്രോമിസ് പറയുന്നില്ല അതിനകത്ത്. ഇനി അനുമോളിലേക്ക് വരികയാണെങ്കിൽ, അനുമോൾ ഇന്ന് അടിപൊളിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ കരുതി മോഹൻലാൽ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് കുറച്ച് അയ്യോ അത് ലാലേട്ട, അത് അങ്ങനെയല്ല, അത് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ, അത് ചെയ്തതിനകത്ത് നിങ്ങളുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ശൈത്യടുത്തല്ലേ പറഞ്ഞത്, ശൈത്യം ഒന്ന് പറഞ്ഞു കൊടുക്കുമോ. ഇതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത് അനുമോളെ കുറിച്ച്. പക്ഷേ ശൈത്യം ഒന്നും മൈൻഡ് ചെയ്തില്ല, അങ്ങോട്ട് എഴുന്നേറ്റെന്ന്. അതേ ലാലേട്ടാ, ഞാൻ വിളിച്ചു, ഈ ആണുങ്ങളൊക്കെ മൊണ്ണകളാണ്,
എല്ലാവരും ബോയ് ഫ്രണ്ട് ആണ്. അത് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് അനുമോള് പറഞ്ഞപ്പോൾ, അനുമോളെ നിങ്ങൾ ഇവിടെ ജനിച്ചു കഴിഞ്ഞു, ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും നല്ല മത്സരാർത്ഥിയായിട്ട് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണ് കാരണം എന്ന് വെച്ചാല് അനീഷിനെ വെച്ചൊന്ന് പറയുകയാണെങ്കിൽ അനീഷ് ഒറ്റപ്പെടാൻ ഒരുപാട് ശ്രമിച്ചൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അനീഷ് ഇപ്പൊ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞതുകൊണ്ടല്ല, അല്ലാതെ തന്നെ എല്ലാവരും തനിക്കെതിരെ തിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ അനീഷിന് സെൽഫായിട്ട് പുറത്തും തനിക്കുള്ളൊരു ഇമേജ് ഇതാണോ എന്നൊരു പേടി അനീഷിന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മോർണിംഗ് ടാസ്കിൽ അനീഷിനെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നവൻ എന്ന ഒരു ടാസ്കിൽ എല്ലാവരും പറഞ്ഞപ്പോൾ അനീഷ് അതിനുശേഷം ഒന്ന് ഒതുങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അനുമോള് തനിക്കൊപ്പം ഇനി ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ഇതിങ്ങനെയാണ്. അത് അനുമോളിന്റെ ജിസേലിനോടുള്ള അസൂയയായിട്ട് എനിക്ക് തോന്നുന്നേയില്ല. കാരണം എന്ന് വെച്ചാൽ ആ ജിസേലിനോട് അവൾക്ക് അല്ലെങ്കിൽ അനുമോൾക്ക് അസൂയ ഉണ്ടാകേണ്ട ഒരു കാര്യവും അനുമോൾ കാണുന്നില്ല. അനുമോൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ തന്നെ അനുമോള് മേക്കപ്പ് ഒന്നും ഇല്ലാതെ നല്ല സുന്ദരിയാണ്. പിന്നെ നമ്മൾ ജിസേലിനെ മേക്കപ്പ് ഇല്ലാതെ നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞ. പിന്നെ ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ജിസേലിന്റെ ഈ ഒരു ഫേസിൽ കുറേ ശസ്ത്രക്രിയകളോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. കാരണം ആ പഴയ മുഖവും 2016 വരെയുള്ള ജിസേലിന്റെ മുഖവും ഇപ്പോഴത്തെ മുഖവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ജിസേലിനത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ബിഗ് ബോസ് കൊടുക്കുക എന്നുള്ളതേ ജിസേലിന് ചെയ്യാൻ പറ്റും. അത് കൊടുക്കണം, കൊടുത്തോട്ടെ, അതാണ് നല്ലത്. പക്ഷെ അനുമോൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അനുമോള് ഇന്നലെ അതെല്ലാം ഏറ്റു പറയുമ്പോൾ അനുമോൾക്കെതിരെ അപ്പാനി, അക്ബർ, ഷാനവാസ്, അതായത് അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും, നെവിൻ, എല്ലാവരും അനുമോൾക്ക് എതിരെ തിരികെയാണ്. അത് ആണുങ്ങൾ മാത്രമായിരിക്കത്തില്ല, ബിന്നി ഉറപ്പായിട്ട് അപ്പാനിയെ ഭയങ്കര ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പാനി ചേട്ടന്റെ ഗെയിം അടിപൊളിയാണ്, അപ്പാനി ചേട്ടൻ എല്ലായിടത്തും അപ്പാനി ചേട്ടൻ എന്ന് പറഞ്ഞു നടക്കുകയാണ് എനിക്ക് ബിന്നിയുടെ ആ ഒരു പ്ലേയും ഗെയിമും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷേ അപ്പാനിയുടെ പിന്നാലെ വീണ്ടും ഒരു ഗ്രൂപ്പിസം കളിച്ച് ബിന്നി പോകുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് ബിന്നിയുടെ ആ ഒരു ഗെയിമിന്റെ ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോ ഇത് ഇങ്ങനെ ആണെങ്കിൽ കൂട്ടുകൂടി ബിന്നി എന്ന് പറയുന്ന ഒരു സെൽഫ് ഗെയിമറിന്റെ ആ ഒരു അവസ്ഥ നശിച്ചു പോകത്തേ ഉള്ളൂ. നേരെ മറിച്ച് ബിന്നി ഒറ്റയ്ക്ക് നിന്ന് ഇതൊക്കെ തനിയെ കളിക്കുകയായിരുന്നെങ്കിൽ, ആ ഒരു ഗ്രൂപ്പിസത്തിലേക്ക് അറ്റാച്ച് ചെയ്യാതിരുന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ. ഏതായാലും ശരി, ഇവരെല്ലാവരും അനുമോൾക്കെതിരെ തിരിയാൻ വേണ്ടി തന്നെയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ഇതെല്ലാം അനുമോളെ വെച്ച് കാണിച്ചു കൊടുത്തത്. അനുമോൾ ഇങ്ങനെ പറഞ്ഞു, അനുമോൾ ഇങ്ങനെ പറഞ്ഞു, അനുമോൾ ഇങ്ങനെ ചെയ്തു. എന്നാൽ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാവരെയും അനുമോൾക്കെതിരെ തിരിപ്പിച്ചപ്പോഴും അനുമോള് അന്തസ്സായിട്ട് പറഞ്ഞു, യെസ് ഞാനിതൊക്കെ പറഞ്ഞു എന്ന്. ഇനി CID എന്നാണ് വിളിച്ചത്, അല്ലാതെ കള്ളി എന്നല്ല വിളിച്ചത്. ലാലേട്ടൻ അനുമോളെ CID എന്ന് വിളിക്കുകയും ചെയ്തു. ബിഗ് ബോസിന് വേണ്ടിയിട്ട് അത് അന്വേഷിച്ച് അനുമോളെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, അത് നല്ല കാര്യമാണ്, അങ്ങനെ ഓരോരുത്തരും ഇറങ്ങി വരൂ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഇതൊക്കെ ഇവരെങ്ങനെയാണ് ഇത് ഇപ്പോഴേ അവർ ചിന്തിക്കില്ല. ഈ 2 എപ്പിസോഡുകൾ കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ച ഇന്ന് ലാലേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഇവർ ഓരോരുത്തരും പെരുമാറാൻ തുടങ്ങത്തേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ശരി, അനീഷിനേക്കാൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടാൻ പോകുന്നത് അതൊരു സ്ട്രാറ്റജി ആയിട്ടല്ല, പകരം അനുമോൾ എന്താണെങ്കിലും ഒറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെട്ട് അനുമോൾക്ക് അവിടെ ആ ഒരു എല്ലാവരും അനുമോളെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പുറത്ത് അനുമോൾക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനുമോൾക്ക് സപ്പോർട്ട് കിട്ടട്ടെ. കാരണം ഇത്രയും മൊണ്ണകളെ ഒറ്റയ്ക്ക് നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ അനുമോള് ഒരാളും ധൈര്യപ്പെടാത്ത പല കാര്യങ്ങളും ജിസേലിനെതിരെ ചെയ്യട്ടെ. ജിസേൽ അവിടെ ആർക്കും ഒരു പ്രിവിലേജ് കിട്ടി വന്ന ഒരു കുട്ടിയൊന്നും അല്ലല്ലോ ജിസേല് ഇവരെ പോലെ തന്നെ മത്സരിക്കാൻ വന്നതല്ലേ. അല്ല, മലയാളം ബിഗ് ബോസിലേക്ക് താങ്കൾ വരൂ എന്ന് റിക്വസ്റ്റ് എഴുതി ലാലേട്ടൻ കൊടുത്തിട്ട് കൊണ്ടുവന്ന ആളൊന്നും അല്ലല്ലേ. സ്വയം കളിക്കാൻ വില്ലിങ് ആയി വന്ന ഒരു ജിസേൽ അങ്ങനെ ഒരു മത്സരാർത്ഥിയാണ് ജിസേൽ. അപ്പൊ പിന്നെ ആര്യൻ ഇന്നലെ എണീച്ച് നിന്നിട്ട് ജിസേലിന് ഇതൊന്നും പറ്റുന്നില്ല, ജിസേൽ കഷ്ടപ്പെടുകയാണ്, ജിസേലിന്റെ അഡ്ജസ്റ്റ്മെന്റും കഷ്ടപ്പാടുകളും ഒക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്, വിഷമം വരുന്നുണ്ട് എന്നൊക്കെ ആര്യൻ കിടന്ന് കരഞ്ഞു വിളിച്ചിട്ട് എന്ത് കാര്യം? ജിസേലിന് അതൊരു വളക്കൂറുള്ള ഒരു അവസ്ഥയാക്കി മാറ്റുകയാണ് ഈ ആണുങ്ങൾ എല്ലാവരും. അതായത് നല്ല കൊലച്ച് നിൽക്കുന്ന വാഴയ്ക്ക് വേണ്ട എല്ലാ വളങ്ങളും ഈ പറയുന്ന ആണുങ്ങൾ ഇട്ടു കൊടുക്കുകയാണ്. അതാണ്. പിന്നെ ഈ റെന ശരിക്കും പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളിനകത്ത് ഒരു അർത്ഥം വരുന്നില്ല. ജിസേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ജിസേലിന്റെ കുറച്ച് കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ജിസേലിന്റെ ഒപ്പം നിൽക്കുകയാണ് റെന. അപ്പോൾ ഏതായാലും ശരി, അനുമോളോ ജിസേലോ എന്നുള്ള ചോദ്യത്തിന് പേഴ്സണലി എൻ്റെ ഒരു നിലപാട് അനുമോളാണ്.
അത് ഞാൻ എന്തായാലും ഉറപ്പിച്ച് പറയും. മറ്റ് ഒരിടത്തും അത് അങ്ങനെ മീൻസ് ഒരു റിവ്യൂ പറയുമ്പോൾ നമുക്ക് എൻ്റെ ഒരു നിലപാട് എനിക്ക് പറയാമല്ലോ. അപ്പോൾ ഞാൻ അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും നല്ല മത്സരാർത്ഥിയാണ് അനുമോള്. ജിസേൽ നല്ല മത്സരാർത്ഥിയാണ്. അത് ജിസേൽ ഉള്ളത് കൊണ്ട് അനുമോൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പോയി വരാം. ബൈ.